അണ്ടർ-19 ഏഷ്യ കപ്പ് ഫൈനലിൽ പാകിസ്ഥാനോട് കനത്ത പരാജയം ഏറ്റുവാങ്ങിയതിന് പിന്നാലെ ഇന്ത്യൻ കൗമാര നിര നേരിടുന്നത് വലിയ വിമർശനങ്ങളും ചർച്ചകളുമാണ്. ദുബായിലെ ICC അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന പോരാട്ടത്തിൽ 191 റൺസിനാണ് ഇന്ത്യ പാകിസ്ഥാനോട് പരാജയപ്പെട്ടത്. സ്കോറിലെ വൻ വ്യത്യാസത്തേക്കാൾ ഉപരിയായി മൈതാനത്ത് ഇരു ടീമിലെയും താരങ്ങൾ തമ്മിലുണ്ടായ വാഗ്വാദങ്ങളും മത്സരത്തിന് ശേഷമുള്ള പ്രോട്ടോകോൾ ലംഘനങ്ങളുമാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ ഇരു ടീമുകളും തമ്മിൽ വലിയ ശത്രുത പ്രകടമായിരുന്നു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ പാകിസ്ഥാൻ 8 വിക്കറ്റ് നഷ്ടത്തിൽ 347 റൺസ് എന്ന കൂറ്റൻ സ്കോറാണ് അടിച്ചുകൂട്ടിയത്. പാക് നിരയിൽ സമീർ മിൻഹാസ് നടത്തിയ തകർപ്പൻ പ്രകടനമാണ് കളി ഇന്ത്യയുടെ കൈകളിൽ നിന്ന് അകറ്റിയത്. വെറും 113 പന്തുകളിൽ നിന്ന് 172 റൺസാണ് മിൻഹാസ് അടിച്ചെടുത്തത്. ഇന്ത്യൻ ബൗളർമാരെ നിഷ്പ്രഭരാക്കിയായിരുന്നു മിൻഹാസിന്റെ ബാറ്റിംഗ്. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യക്ക് തുടക്കം മുതലേ പിഴച്ചു. പാക് ബൗളർമാരുടെ കൃത്യതയാർന്ന പന്തുകൾക്ക് മുന്നിൽ ഇന്ത്യൻ നിര തകർന്നടിഞ്ഞു. വെറും 22.2 ഓവറിൽ 156 റൺസിന് ഇന്ത്യയുടെ എല്ലാ താരങ്ങളും പുറത്തായി. 16 പന്തിൽ 36 റൺസ് നേടിയ ദിവേഷ് ദേവേന്ദ്രനാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. ഇന്ത്യൻ ബാറ്റിംഗ് നിരയിലെ അസ്ഥിരത പാക് ബൗളർമാർ കൃത്യമായി മുതലെടുത്തു. മത്സരത്തിനിടയിൽ പലപ്പോഴും താരങ്ങൾ തമ്മിൽ വാശിയും ആവേശവും അതിരുവിടുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്ത്യൻ ക്യാപ്റ്റൻ ആയുഷ് മാത്രയുടെ വിക്കറ്റ് വീഴ്ത്തിയതിന് പിന്നാലെ പാക് താരം നടത്തിയ അതിരുവിട്ട ആഘോഷമാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത്. പുറത്തായ ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങുകയായിരുന്ന ആയുഷിന് നേരെ പാക് താരം പ്രകോപനപരമായ ആംഗ്യങ്ങൾ കാണിച്ചു. ഇതോടെ ആയുഷും തിരിച്ചടച്ചത് മൈതാനത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. പിന്നീട് വൈഭവ് സൂര്യവംശിയുടെ വിക്കറ്റ് വീണപ്പോഴും സമാനമായ രംഗങ്ങൾ ആവർത്തിച്ചു. പാക് ബൗളർ അലി റസയുടെ ആഘോഷം വൈഭവിനെ പ്രകോപിപ്പിച്ചു. പവലിനിയിലേക്ക് നടക്കുകയായിരുന്ന വൈഭവിനോട് റാസ ആക്രോശിച്ചു. ഉടൻ തന്നെ വൈഭവ് തിരഞ്ഞു നിൽക്കുകയും തന്റെ ഷൂസിലേക്ക് വിരൽ ചൂണ്ടി കാണിച്ചുകൊണ്ട് മറുപടി നൽകുകയും ചെയ്തു. അമ്പയർമാർ ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. മത്സരത്തിന് ശേഷമുള്ള സമ്മാനദാന ചടങ്ങിലും നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറി. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാനും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റുമായ മുഹസിൻ നഖ്വിയെ ഇന്ത്യൻ താരങ്ങൾ പൂർണ്ണമായും അവഗണിച്ചു. ഫൈനൽ പുരോഗമിക്കുന്നതിനിടെയാണ് നഖ്വി ദുബായിൽ എത്തിയത്. എന്നാൽ അദ്ദേഹവുമായി വേദി പങ്കിടേണ്ടതില്ലെന്ന് ഇന്ത്യൻ ടീം തീരുമാനിക്കുകയായിരുന്നു. ഇന്ത്യൻ താരങ്ങൾ മറ്റൊരു വ്യക്തിയിൽ നിന്നാണ് റണ്ണറപ്പുകൾക്കുള്ള മെഡലുകൾ സ്വീകരിച്ചത്. എന്നാൽ പാകിസ്ഥാൻ താരങ്ങൾക്ക് നഖ്വി തന്നെയാണ് മെഡലുകൾ കൈമാറിയത്. ട്രോഫി വിതരണത്തിന് ശേഷം അദ്ദേഹം പാക് ടീമിനൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയും ആഘോഷങ്ങളിൽ പങ്കുചേരുകയും ചെയ്തു. BCCIയും പാക് ക്രിക്കറ്റ് ബോർഡും തമ്മിലുള്ള നിലവിലെ അസ്വാരസ്യങ്ങളുടെ പ്രതിഫലനമാണ് ഈ അവഗണനയെന്ന് ക്രിക്കറ്റ് ലോകം വിലയിരുത്തുന്നു. കളിക്കളത്തിലെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം തന്നെ താരങ്ങളുടെ പെരുമാറ്റത്തിലും അച്ചടക്കം ആവശ്യമാണെന്ന വാദമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇന്ത്യ പാക് മത്സരങ്ങളിലെ സമ്മർദ്ദം താങ്ങാൻ കൗമാര താരങ്ങൾക്ക് കഴിയുന്നില്ല എന്നതിന് തെളിവാണ് മൈതാനത്തെ ഈ മോശം പെരുമാറ്റങ്ങൾ. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ഈ സംഭവങ്ങളിൽ അന്വേഷണം നടത്തുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. കൂറ്റൻ ലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ഇന്ത്യയുടെ തകർച്ചയും മൈതാനത്തെ അച്ചടക്കമില്ലായ്മയും ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ വലിയ നിരാശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വരാനിരിക്കുന്ന ടൂർണമെന്റുകളിൽ ഈ പിഴവുകൾ തിരുത്തി ഇന്ത്യ കരുത്തുറ്റ തിരിച്ചുവരവ് നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.